മക്കളെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ USS എക്സാം നാളെയാണ് അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. നമ്മൾ അവസാനത്തെ റൗണ്ടിലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. പ്രീവിയസ് ഇയർ ആയിട്ടും പല മോഡൽ ക്വസ്റ്റ്യനിലും കണ്ട ഒരു ചോദ്യമാണ് ഇന്ത്യൻ കറൻസികളിലെ ചിത്രങ്ങളെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയൊരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം ഒന്ന് സെറ്റാക്കിയാലോ? എല്ലാവരും ഓക്കെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഫയർ ഒക്കെ ഇട്ട് തരണേ ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ നോക്കുകയാണ്. 10 രൂപയിൽ കാണുന്ന ചിത്രം എന്തിൻ്റെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? അത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ക്ഷേത്രം എന്നായി പോയി, ക്ഷമിക്കുക. പക്ഷേ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ഓക്കെ, സെറ്റ്. അപ്പൊ 10 രൂപ എന്ന് പറയുന്ന സമയത്ത് എന്താണ് കിട്ടേണ്ടത്? കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. എവിടെ? യെസ്, ഓക്കെ, കൊണാർക്കിലെ സൂര്യക്ഷേത്രം. സെറ്റ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് വേഗം പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ആലോചിച്ചെടുക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം അഥവാ സൺ ടെമ്പിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, റൈറ്റ്? ഓക്കെ, സൺ ടെമ്പിൾ. യെസ്. അപ്പോൾ നമ്മൾ സൺലൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ 10 രൂപയുടെ. അത് മാത്രം ആലോചിച്ചാൽ മതി. സൺലൈറ്റ് 10 രൂപയുടെ. അപ്പോൾ 10 രൂപയെ കാണുന്നത് ആ സൺ ടെമ്പിൾ ആണ്. എവിടുത്തെ? കൊണാർക്കിലെ. കഴിഞ്ഞു. യെസ്, സെറ്റ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വേഗം അടുത്തയിലേക്ക് പോകുമ്പോൾ 20 രൂപയിൽ നമ്മൾ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് എല്ലോറ ഗുഹകളാണ്. ഏതാ മക്കളെ? എല്ലോറ ഗുഹകൾ. അതെങ്ങനെയാണ് കിട്ടുക? അതൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാ പറ്റുക? നോക്കിയേ, നിങ്ങൾ 20 തന്നെ എടുത്ത് എഴുതി നോക്കൂ. 20 അല്ലേ? നിങ്ങൾ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയ AI എല്ലാ കണ്ടോ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കിട്ടൂലേ എല്ലോറ ഗുഹകൾ? സിമ്പിൾ ആയിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഇട്ടാൽ മതി. അപ്പൊ 20 രൂപയിൽ നമ്മൾ കാണുന്നത് ഏതാണ് മക്കളെ? എല്ലോറ ഗുഹകളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വേഗം പോവുകയാണ് അടുത്തതിലേക്ക്. 50 രൂപയിൽ കാണുന്ന നമ്മളെ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഹംപിയിലെ രഥമാണ്. ഇതെങ്ങനെയാ ആലോചിച്ച് നോക്കുക? സിമ്പിൾ. നോക്കൂ, 50 രൂപയിൽ ഹംപി. 50 ഹംപി. കഴിഞ്ഞില്ലേ? ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ പോരെ? സിമ്പിൾ അല്ലേടാ മക്കളെ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേഗം 50 കഴിഞ്ഞാൽ നമ്മൾ ഏത് നോട്ടാണ് ഉള്ളത് മക്കളെ? യെസ്, 100 രൂപയാണ് അല്ലേ? 100 രൂപയിൽ റാണി കി വാവാണ് കാണുന്നത് ചിത്രമായിട്ട്. അപ്പൊ 100 രൂപയിൽ റാണി കി വാവ്. ഇതെങ്ങനെ ആലോചിച്ച് വെക്കുക? നിങ്ങൾ ആണി കണ്ടിട്ടുണ്ടല്ലോ, 100 ആണി എന്ന് ആലോചിച്ചാൽ മതി. 100 ആണി. അപ്പൊ എന്തായി? 100 രൂപ നോട്ടിൽ കാണുന്നത് റാണി കി വാവാണ്. സിമ്പിൾ. അങ്ങനെ ആലോചിച്ചാൽ മതി. വളരെ ഈസി ആയിട്ടുള്ള കാര്യം. ഓക്കെ. അപ്പൊ 100 ആണിന്ന് ആലോചിച്ചാൽ 100 രൂപ നോട്ടിൽ കാണുന്നത് എന്താണ്? റാണി കി വാവാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. വളരെ മനോഹരമായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തയിലേക്ക് പോകുമ്പോൾ 200 രൂപയിൽ കാണുന്നത് സാഞ്ചി സ്തൂപമാണ്. 200 രൂപയിൽ കാണുന്നത് സാഞ്ചി സ്തൂപമാണ്. ഇത്രയും നമ്മൾ കുറേ കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലും നമുക്ക് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ആലോചിച്ചു? 200 രൂപയുടെ സഞ്ചിന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചോ? 200 രൂപയുടെ സഞ്ചി. അപ്പോൾ സാഞ്ചി സ്തൂപമാണ് 200 രൂപ നോട്ടിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ വേഗം അടുത്തത് നമുക്ക് 500 രൂപയിലേക്ക് പോകുമ്പോൾ 500 രൂപ. ഓക്കെ, 500 രൂപ. 500 രൂപയിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ചെങ്കോട്ടയാണ് അല്ലേ? റെഡ് ഫോർട്ടാണ്. ഇതെങ്ങനെ ആലോചിച്ച് നോക്കുക? പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല, എന്നാലും നമുക്ക് കയ്യിൽ നിന്ന് എന്തോ ഇടാൻ പറ്റുമോ നോക്കാം. 500 രൂപയിൽ ചെങ്കോട്ടയാണ് കാണുന്നത് അല്ലേ? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോ, അഞ്ചോട്ട. എന്താ ചെങ്കോട്ട അഞ്ചോട്ടയാക്കിയത്? കാര്യം എന്താ? നോക്കിയേ, 5. ഇവിടെ 5 നിങ്ങൾക്ക് കാണാലോ. ഈ 0 ഇങ്ങനെയല്ലേ ഹോൾ ഉണ്ടാവുക? ഹോൾ നമ്മുടെ നാട്ടിൽ ഓട്ടാന്ന് പറയാം. യെസ്, 5 2 ഓട്ട, 5 ഓട്ട. അപ്പോൾ 500 രൂപ നോട്ടിൽ ചെങ്കോട്ട. കഴിഞ്ഞില്ലേ? യെസ്, ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യൻ കറൻസികളിലെ ചിത്രങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണെങ്കിൽ മക്കൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഫയറൊക്കെ ഇട്ട് തരിക. അങ്ങനെയാണെങ്കിൽ എല്ലാ മക്കൾക്കും എന്ത് ചെയ്യാണ്? വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നാളെയാണ് USS എക്സാം. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തു നിങ്ങൾ. അക്കാര്യത്തിലൊന്നും സംശയമില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ആനുവൽ എക്സാമിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ പോകുന്നത് ക്ലാസ് 8ലേക്കാണ്. നമുക്ക് എന്തുണ്ട്? എക്സാം വിന്നറിൻ്റെ ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക, ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.